ഈ ഒരു കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഈ ഒരു മലയാള ഈ സാഹിത്യ മേഖലയെയും സാംസ്കാരിക ബോധത്തെയും കൂടുതൽ സ്വാധീനിക്കപ്പെട്ട ഇവരുടെ ഇടപെടൽ കുറച്ച് കാര്യമായിട്ടുള്ള ഇടപെടൽ എവിടെയാണ്, ഏത് ഭാഗത്താണ്, അല്ലെങ്കിൽ എത്രത്തോളം അതിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെ ഉണ്ടാവും? പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് എഴുത്തുകാരുടെ സ്വാതന്ത്ര്യം, എഴുത്തുകാരുടെ നിലപാട്, ഇവയിലുണ്ടായിട്ടുള്ള മാറ്റമാണ് പ്രധാനമായിട്ടും എനിക്ക് പറയാൻ തോന്നുന്നത്. ഒന്ന്, ഇപ്പോൾ നമുക്ക് ഉദാഹരണം തന്നെ എടുക്കാം. കുമാരനാശാൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ദുരവസ്ഥ എഴുതി. ഈ ദുരവസ്ഥ എഴുതിയപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി നമുക്കറിയാം. കാരണം ആ ദുരവസ്ഥയിലെ വില്ലന്മാർ അല്ലെങ്കിൽ നെഗറ്റീവ് കഥാപാത്രങ്ങളിൽ മുസ്ലിങ്ങളാണ്, അറിയാമല്ലോ. അതുകൊണ്ട് മുസ്ലിങ്ങൾ പ്രതിഷേധിച്ചു. ദുരവസ്ഥയുടെ കെട്ടുകളൊക്കെ അവർ കൂട്ടിയിട്ട് കത്തിച്ചു. പല സ്ഥലങ്ങളിലും പ്രതിഷേധമുണ്ടായി. ആശാൻ അവർ കത്തെഴുതി, ഈ കൃതി പിൻവലിച്ചിട്ട് മാപ്പ് പറയണം, കാരണം മുസ്ലിം സമുദായത്തെ മുഴുവൻ വില്ലന്മാരാക്കി അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രതിനായകന്മാരാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവർ കത്തയച്ചു. അതിന് ആശാൻ കൊടുത്തൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ ഭാവനയിലുണ്ടായിട്ടുള്ള കൃതിയല്ല, തൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഒരു കൊടിയ അനീതിയെ നേരിട്ട് കണ്ടതുകൊണ്ട് മനസ്സിലാക്കിയതുകൊണ്ട് അതിൽ നിന്നുണ്ടായിട്ടുള്ള കൃതിയാണിത്. ഒരു വർഗീയ കലാപത്തിൻ്റെ, ഏകപക്ഷീയമായ കലാപത്തിൻ്റെ അനുഭവം നമുക്കുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ കൃതി രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പിൻവലിക്കില്ല എന്ന് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷമാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് നമുക്കറിയാം. അപ്പോൾ ഈ സമയത്ത് ആശാന് കൃത്യമായൊരു നിലപാടുണ്ടായിരുന്നു. ഇത്രയധികം വിമർശനമുണ്ടായിട്ടും ആശാൻ ആ സമയത്ത് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടായിരുന്നു, രാജാവ് കൊടുത്തിരുന്നു എന്ന് പറയും. പക്ഷേ ആശാൻ അവിടെ കൃത്യമായി തൻ്റെ നിലപാട് വ്യക്തമാക്കി. അങ്ങനെയൊരു നിലപാട് വ്യക്തമാക്കുന്ന പൊതുബോധം അന്നുണ്ടായിരുന്നു, ആശാൻ അനുകൂലമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ 90-കൾക്ക് ശേഷമുണ്ടായിട്ടുള്ള പൊതുബോധം മാറിയെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഉദാഹരണം ഒരുപാട് നമുക്ക് സാഹിത്യത്തിൽ കാണാൻ കഴിയും. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ NS മാധവൻ എന്നുള്ള എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച കഥയാണ് ഹിഗ്ഗിറ്റ. നമുക്കറിയാം, ക്രാഫ്റ്റ് കൊണ്ടും ഉള്ളടക്കം കൊണ്ടും ഒക്കെ വളരെ ശ്രദ്ധിക്കപ്പെട്ട കഥയാണ്. മലയാളത്തിൽ ഏറ്റവും മികച്ച 10 കഥയെടുത്താൽ അതിലൊന്ന് ഹിഗ്ഗിറ്റയായിരിക്കും, നമുക്കറിയാം. പക്ഷേ ആ ഹിഗ്ഗിറ്റയിൽ ഈ ക്രാഫ്റ്റോ അതിൻ്റെ ഉള്ളടക്കമോ അത് അവതരിപ്പിച്ച രീതിയോ ഒന്നുമല്ല ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. പകരം ആ കഥയിലെ ഒരു നെഗറ്റീവ് കഥാപാത്രം, വില്ലൻ കഥാപാത്രം ഒരു മുസ്ലിം പേരാണ് ആ കഥാപാത്രത്തിന്. അതുകൊണ്ട് ഈ പറയുന്ന കഥ ഒരു മുസ്ലിം വിരുദ്ധ കഥയാണ് എന്നും NS മാധവൻ ഹിന്ദു വർഗീയവാദിയാണ് എന്നും പറഞ്ഞ് ഒരു ലേഖനം MT അൻസാരി എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതി. ഒരു സർവകലാശാല പ്രൊഫസറാണ് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം ഒരുപാട് വിവാദമുണ്ടായി. ശരിയാണ്, കാരണം ജബ്ബാർ അതിൽ വില്ലനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാദം എന്ന് പറയുന്നത് മുസ്ലിം നാമധാരികൾ ഒരിക്കലും വില്ലന്മാരാകാൻ പാടില്ല, അങ്ങനെ വില്ലന്മാരായി കഴിഞ്ഞാൽ അത് മുസ്ലിം വിരുദ്ധ കൃതിയാകും എന്ന ഒരു ആഖ്യാനം. അത് ഈ ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ച ഈ പൊതുബോധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആഖ്യാനമാണ്. അത് മുന്നോട്ട് വെച്ചപ്പോൾ വാസ്തവത്തിൽ അതിനോട് എങ്ങനെയാണ് NS മാധവൻ പ്രതികരിക്കേണ്ടത്? അത് തെറ്റാണ് എന്നും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്നും അങ്ങനെയൊരു ആരോപണം തന്നെ വർഗീയമാണ് എന്ന് പറയേണ്ടത്. പക്ഷേ NS മാധവൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല. പകരം അദ്ദേഹം താനൊരു മതേതരവാദിയാണ് തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് പ്രശ്നം. അതായത് NS മാധവന് വേണമെങ്കിൽ അത് ഡിഫെൻഡ് ചെയ്യാമായിരുന്നു. പക്ഷേ അദ്ദേഹം താനൊരു മതേതരവാദിയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിനെ തള്ളാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആ സമയത്ത് ഡോക്ടർ VC ശ്രീജൻ മാത്രമാണ് ഈ ഒരു ലേഖനം മലയാളത്തിലെ ആദ്യത്തെ വർഗീയവാദപരമായ നിരൂപണമാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അതിൻ്റെ ഇടപിരിച്ച് പരിശോധിച്ചു, എന്താണ് ഈ കഥയിലെ ഘടന, അതിൽ മുസ്ലിം കഥാപാത്രം എന്നതുകൊണ്ട് എങ്ങനെയാണ് വർഗീയമാവും, എന്തൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ ഒരു ലേഖനം ഭാവിയിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് ശ്രീജൻ മാഷ് അന്ന് ഇതൊക്കെ വിവാദം കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു വെച്ചതാണ്. പക്ഷേ അത് ഏറ്റെടുക്കാൻ ആളുണ്ടായില്ല. അതിൻ്റെ ഒരുപാട് ദുരന്ത ഫലങ്ങൾ വീണ്ടും ആവർത്തിച്ചു. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ സന്തോഷ് ഏച്ചിക്കാനം മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ള കഥാകൃത്ത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടൊരു കഥയാണ് ബിരിയാണി. നമുക്കറിയാം, ബിരിയാണി കഥയിൽ വാസ്തവത്തിൽ ആ കഥ വിശപ്പിനെക്കുറിച്ചുള്ള കഥയാണിത്. പക്ഷേ ആ കഥയിൽ 2 കഥാപാത്രങ്ങൾ മുസ്ലിം കഥാപാത്രങ്ങളാണ്. ആ 2 പേർക്കും നെഗറ്റീവ് ഷെയ്ഡുണ്ട്. ചെറിയ നെഗറ്റീവ് വേലും അങ്ങനെ വലിയ നെഗറ്റീവ് വില്ലന്മാരൊന്നുമല്ല. ആ നെഗറ്റീവ് ഷെയ്ഡുള്ളത് കൊണ്ട് മാത്രം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വിവാദമുണ്ടായി.
കാരണം ഇദ്ദേഹം ഒരു ഹിന്ദി വർഗീയവാദിയാണ്, മുസ്ലിം വിരുദ്ധനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഊരും പേരുമില്ലാത്ത ഈ സോഷ്യൽ മീഡിയയിലെ ചർച്ചകൾ വന്നപ്പോൾ സന്തോഷിക്കാനും വാസ്തവത്തിൽ അതിനോട് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. കാരണം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യാൻ നമുക്കറിയാം, ഫേക്ക് ഐഡികളിലാണ് ഉപയോഗിക്കുക. പക്ഷേ സന്തോഷിക്കാനത്തിന് മാപ്പ് പറയേണ്ടി വന്നു. മാപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് തൻ്റെ നിലപാട് വ്യക്തമാക്കേണ്ടി വന്നു. താൻ ഒരു മതേതരവാദിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അത് പറയുക മാത്രമല്ല, താൻ ചെറുപ്പകാലത്ത് മുസ്ലിം വീടുകളിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തെളിവ് കൊടുത്തു. അപ്പോൾ ഒരു ആരോപണം ഊരും പേരുമില്ലാത്ത വന്നപ്പോൾ പോലും ഇദ്ദേഹത്തിന് തൻ്റെ മതേതര സ്വഭാവം വ്യക്തമാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ടായി. ഇത് ഞാൻ പറഞ്ഞത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പൊതുബോധം ഇവിടെയുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇവർക്ക് ഈ കൈവെട്ടിക്കളിയുമെന്നോ തലവെട്ടിക്കളിയുമെന്നോ ഒന്നുമുള്ള ഒരു പേടിയല്ല. പകരം ഈ ഒരു പൊതുബോധത്തിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, എഴുത്തിൽ വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പൊതുബോധമാണ്. ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇതിൽ ഏറ്റവും തമാശ തോന്നിയിട്ടുള്ളൊരു കാര്യം, ഈ സുഭാഷ് ചന്ദ്രൻ മലയാളത്തിലെ കഥാകൃത്ത്, അദ്ദേഹം എഴുത്ത് തുടങ്ങുന്ന സമയത്ത് തപസ്യ കലാസാഹിത്യപതി അദ്ദേഹത്തിൻ്റെ അവാർഡ് കൊടുത്തു. സുഭാഷ് ചന്ദ്രൻ അവാർഡ് കൊടുത്തു, കഥക്കൊരു അവാർഡ് കൊടുത്തു. അത് അവാർഡ് കൊടുത്തത് മഹാകവി അക്കിത്തമാണ്, സ്വീകരിച്ചു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനുശേഷമാണ് സക്രിയ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. തപസ്യ എന്ന് പറയുന്ന സംഘടന ഒരു ഹിന്ദു വർഗീയവാദ സംഘടനയാണ്, അതുകൊണ്ട് ഇത് വാങ്ങിക്കാൻ പാടില്ലായിരുന്നു, അത് വാങ്ങിച്ച സുഭാഷ് ചന്ദ്രൻ ഒരു ഹിന്ദു വർഗീയവാദിയാണ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞപ്പോൾ സുഭാഷ് ചന്ദ്രൻ പ്രതികരിച്ചത് വളരെ രസകരമാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഹിന്ദു വർഗീയവാദിയല്ല, ഞാൻ ഒരു മതേതരവാദിയാണ്. മാത്രമല്ല, എൻ്റെ ഭാര്യ പ്രസവിച്ച് കിടന്നപ്പോഴും തൊട്ടടുത്ത് ഒരു ബെഡിൽ കിടക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ പ്രസവിച്ച് കിടന്നിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് കൊടുത്തിട്ടുള്ള സംസം വെള്ളം എൻ്റെ കുട്ടിക്ക് കൂടി കൊടുത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ മതേതരവാദിയാണെന്ന് ഇദ്ദേഹത്തിന് തെളിയിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു വിടുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യമാണത്. അപ്പോൾ എന്തുകൊണ്ട് ആശാൻ എടുത്ത ആ നിലപാട് എന്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ എഴുത്തുകാർക്ക് എടുക്കാൻ കഴിയുന്നില്ല? ഈ പൊതുബോധം മാറി. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. സമാനമായ അന്തരീക്ഷത്തിൽ എസ് ഹരീഷ് എന്ന് പറയുന്ന കഥാകൃത്ത് മീശ നോവൽ എഴുതിയല്ലോ. അദ്ദേഹത്തിനെതിരെ, ആ മീശയ്ക്കെതിരെ ഒരുപാട് പ്രതിഷേധങ്ങൾ ഹിന്ദുത്വവാദികളിൽ നിന്ന് അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളിൽ നിന്നുണ്ടായി. ആ സമയത്ത് ഒരിക്കലും ഈ പറയുന്ന ഹരീഷ് താൻ മതേതരവാദിയാണെന്നോ അല്ലെങ്കിൽ തനിക്ക് ഒരുപാട് ഹിന്ദു കൂട്ടുകാരുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടില്ല. കേരളത്തിലെ പൊതുബോധം മുഴുവൻ ഹരീഷിൻ്റെ കൂടെ നിന്നു. ശരിയാണ്, ഹരീഷ് ഹിന്ദുവാണെന്നും കരുതിയിട്ട് നമുക്ക് മാറ്റി നിർത്താം എന്ന് കരുതാം. പക്ഷേ ഇതേ സന്ദർഭത്തിൽ എം എ ഹുസൈൻ്റെ അവസ്ഥയാണ്. എം എ ഹുസൈൻ ചിത്രം വരച്ചു, നമുക്കറിയാം. സരസ്വതി ദേവിയെ നഗ്നിയായി ചിത്രീകരിച്ചുകൊണ്ട് ചിത്രം വരച്ചു. അതിലൊരുപാട് ഹിന്ദു വിശ്വാസികൾക്ക് അവരുടെ വികാരം വ്രണപ്പെട്ടു, അവർ പ്രതിഷേധിച്ചു. ആ സമയത്ത് ഒരിക്കലും എം എ ഹുസൈൻ പറഞ്ഞിട്ടില്ല ഞാൻ മതേതരവാദിയാണെന്ന്, എനിക്കൊരുപാട് ഹിന്ദു കൂട്ടുകാരുണ്ടെന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ ഫാസിസമാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇന്ത്യ വിട്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ആരോപണം വരുമ്പോൾ ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മതേതരത്വം തെളിയിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരുന്നു, ചിലർക്ക് തെളിയിക്കേണ്ടി വരുന്നില്ല. ഈ ഒരു പൊതുബോധം ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിലൂടെ 80-കൾക്ക് ശേഷം മാധ്യമങ്ങളിലൂടെയും മറ്റും എഴുത്തുകാരിലൂടെയും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പൊതുബോധമാണ്. ഇത് കണ്ടില്ല എന്നടിക്കുന്നത് നമ്മൾക്ക് ഒരു ഈ പറഞ്ഞ പോലെ ഇരുട്ടുകൊണ്ട് ഒട്ടയടക്കാനുള്ള അതുപോലുള്ളൊരു കാര്യം മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇതാണ് പൊതുബോധം നമ്മുടെ.